കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ ഒരു വൃത്തികെട്ട സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അത്രമാത്രം ഹീനമായ പ്രവൃത്തിയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്തു വെക്കുന്നത്. അതായത് നമ്മൾക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു സ്വന്തം ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് എല്ലാവർക്കും അതിഭയങ്കര വിഷമമാണ്. അപ്പോൾ ആ സമയത്ത് ചില വൃത്തികെട്ട ആൾക്കാർ, അവന്മാരെ എന്ത് പേര് വിളിക്കണമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ, ആ വീട്ടിൽ വന്നിട്ട് സെൽഫി എടുക്കുവാണ് നമ്മുടെ മറ്റുള്ള നടന്മാരുടെ. അതായത് സായികുമാറും നമ്മുടെ ബിന്ദു പണിക്കരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇല്ലേ, ഒരുത്തൻ ചെന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. സായികുമാർ കൈ തട്ടി മാറ്റുന്നത് ഞാൻ ശരിക്കും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സായികുമാർ ആ സമയം എതിർത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടല്ല കൈ തട്ടി മാറ്റിയത്. ഇവനൊക്കെ ഇത്ര വിവരമില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോഴാണോ സെൽഫി എടുക്കുന്നത്? അതുപോലെ ജയസൂര്യയും ഒരു മാതൃകയാക്കി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ജയസൂര്യ വളരെയധികം വിഷമത്തോടെ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവനൊക്കെ ചെന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ജയസൂര്യ അത് എതിർക്കുന്നതായിട്ടും ഒരുപാട് പേരുടെ കണ്ടു കേട്ടോ. അവരെല്ലാവരുടെയും പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല. സുരേഷ് കൃഷ്ണ, ഇങ്ങനെയുള്ള കുറേ പേര് അതിനെ നന്നായിട്ട് എതിർത്തിട്ടുണ്ട്. ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാ. കാരണം അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണോ ഇവൻ്റെയൊക്കെ ഒരു സെൽഫി? ഇവനൊക്കെ ഒരു വിവരവും ഇല്ലാത്തവനാണോ എന്ന് നമ്മൾ ആലോചിച്ച് പോകണേ. കേരളത്തിലെ ആൾക്കാർ ഇത്രമാത്രം അധപ്പതിക്കുന്നുണ്ടോ ദൈവമേ? ഒരു മനുഷ്യൻ, ഒരു കുടുംബം മൊത്തം വിഷമിക്കുമ്പോഴാണ് സെൽഫി എടുക്കാൻ വരുന്നത്. ഏതായാലും ഈ ഉള്ള ആൾക്കാർ ഇതിനെ മാതൃകയാക്കി തന്നുകൊണ്ട് ഇവരോട് ഞാൻ ഭയങ്കര നന്ദി പറയുകയാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരിപാടിയും ദൈവത്തെ ഓർത്ത് ഇവിടെ ആവർത്തിക്കരുത്. ഇതിനെതിരെ കർശന നിയമം വരണം, എന്നാലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. സെൽഫി, ഒരു മൊബൈൽ കെട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സെൽഫി അല്ലേ? എന്തൊരു സെൽഫി? ഇവനൊക്കെ ഇവരെ കാണാതെ കിടക്കുവാണോ? ഇതെന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതോ ഇതൊക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. ഇതിനെതിരെ നമ്മുടെ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരികയും ശക്തമായ രീതിയിൽ എല്ലാവരും പ്രതിഷേധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പുച്ഛം തോന്നുന്നില്ല ഇത് കണ്ടിട്ടേ? ശരിക്കും എനിക്ക് വളരെയധികം പുച്ഛം തോന്നുകയാണ്. വിഷമത്തോടെ ഞാൻ പറയുകയാണ്, ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഒരാളെ അനുവദിച്ചു കൊടുക്കരുത്. ഇതുപോലുള്ള വീടുകളിൽ വരുമ്പോഴേക്കും സെൽഫി എടുക്കാനോ ഒന്നിനും ഇവന്മാരെ അങ്ങോട്ട് കയറ്റുക പോലും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യന്റെ ഓരോ അവസ്ഥ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല. ഏതായാലും സായികുമാറും സുരേഷ് കൃഷ്ണയും ജയസൂര്യയും ഒക്കെ ചെയ്തത് വളരെയധികം മാതൃകയായ ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് നല്ല സ്നേഹവും തോന്നും, ബഹുമാനം തോന്നുന്നുണ്ട്. ഈ നിങ്ങളെങ്കിലും ഇങ്ങനെ ഒരു മാതൃകയാക്കി പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്ന ഒന്നിനെയും വെച്ച് പൊറപ്പിക്കില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.